എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം. ഞാനൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. അമേരിക്ക എന്തുകൊണ്ട് ഈ കുറച്ച് ഇങ്ങനെ വർഷങ്ങൾ കൂടുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ചില രാജ്യങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. ആ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള പ്രധാന കാരണം അവിടെ കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള വെപ്പൺ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെപ്പൺ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങളുമുണ്ട് അമേരിക്കൻ ഗവൺമെൻറ്. ആ സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെപ്പൺസ് ഉപയോഗിക്കാനും അത് വിറ്റ് കിട്ടുന്ന പൈസ അമേരിക്കയിലേക്ക് തന്നെ ചെല്ലുകയാണ്. അപ്പോൾ ഈ വെപ്പൺസ് കൂടുതലായിട്ട് വിറ്റ് പോകണമെങ്കിൽ യുദ്ധം ഉണ്ടാവണം. യുദ്ധം ഉണ്ടായാൽ മാത്രമേ അമേരിക്കയിൽ വെപ്പൺസ് വിറ്റ് പോവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും രാജ്യത്തിനെ കണ്ടുപിടിച്ച് അവരോടൊരു ശത്രുത ഉണ്ടാക്കി അവരോട് യുദ്ധം ചെയ്യുന്നത്. അമേരിക്ക എങ്ങോ കിടക്കുന്ന ഒരു രാജ്യമാണ്. അവർ ഈ അവരുമായിട്ടൊരു ബന്ധമില്ലാത്ത എങ്ങോണ്ടോ കിടക്കുന്ന ഒരു ഏഷ്യയിലോ ആഫ്രിക്കയിലോ ചൈനയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം അതുപോലെ എവിടെയാണെന്ന് വെച്ചോട്ടെ, അവിടെ വന്നിട്ട് അവർ യുദ്ധം ചെയ്യുന്നതാണ്. അവർ അമേരിക്കയിലേക്ക് ഈ ആളുകൾ പോയി യുദ്ധം ചെയ്യുന്നുണ്ടോ? അമേരിക്കയിൽ പോയിട്ട് ഇവർ വല്ലതും കാലിഫോർണിയ അതിൻ്റെ അടുത്തുള്ള ന്യൂ മെക്സിക്കോയ അതുപോലുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ട് അവരിത് സ്ഥലം പിടിച്ചെടുക്കാൻ നോക്കി, ആ സ്റ്റേറ്റുകളൊക്കെ സ്വന്തമാക്കാൻ നോക്കി. വേറെ പുറത്തുനിന്നൊരു രാജ്യം വന്ന് കാനഡ, ചൈന, റഷ്യ അതുപോലുള്ള രാജ്യങ്ങൾ വന്ന് യുദ്ധം ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ അവിടെ അവിടെ ഇന്റേണലായിട്ട് പുറത്തുള്ളൊരു രാജ്യത്തിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് ശരിയാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിനുള്ള പ്രധാന കാരണം വെപ്പൺസ് മാനുഫാക്ചർ ചെയ്യുന്നത് വിറ്റ് പോകണം. യുദ്ധമുണ്ടായാൽ മാത്രമേ വെടിക്കോപ്പുകളും ബോംബുകളും അതുപോലെ അനുബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ വിറ്റ് പോവുള്ളൂ. അല്ലെങ്കിൽ ഇത് കെട്ടിക്കിടന്ന് ആർക്കും ഉപയോഗമില്ലാതെ തുരുമ്പിച്ചു പോകും. ഇത് തുരുമ്പിച്ചു പോകുന്ന സാധനമാണ് ഈ തോക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നശിച്ചു പോകുന്നത് കൊണ്ട് ഇത് വിറ്റ് പോയാൽ മാത്രമേ ഇത് പലപ്പോഴും ഉപയോഗപ്പെടുകയുള്ളൂ എക്കണോമിക്ക്. നമ്മളുടെ സമ്പദ്ഘടന എങ്ങനെയാണോ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത്, കാർഷിക വികസന ഉപാധികളിലൂടെ വികസിപ്പിച്ചെടുക്കുന്നത്, അതുപോലെ തന്നെ അമേരിക്ക കാർഷിക വികസനമുണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു വികസനമാണ് ഈ ആയുധ വിൽപ്പനയിലൂടെ അവർ പലപ്പോഴും അവരുടെ സമ്പദ്ഘടനയെ മുകളിലോട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും ഈ യുദ്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ഏത് കാലത്തെ പ്രസിഡന്റുമാരെ എടുത്തു നോക്കിയാലും അവർ ഏതെങ്കിലും തരത്തിൽ യുദ്ധം തുടങ്ങാൻ ഉത്തരവിട്ടിട്ടുണ്ടാകും. അതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണം പറഞ്ഞിട്ടായിരിക്കും അവർ യുദ്ധം തുടങ്ങുന്നത്. അവരുടെ എവിടെയോ കിടക്കുന്ന ഒരാളാണ്. അവരുടെ അടുത്ത് ഇപ്പോൾ ഈ അമേരിക്ക എന്ന് പറഞ്ഞൊരു വീട്ടിൽ ചിക്കനും മട്ടനും കോഴിയും ബീഫും ഒക്കെ ഉണ്ട്. അത് ഇവിടെ എങ്ങോ കിടക്കുന്ന ഒരു രാജ്യം എക്സ് എന്ന് പറഞ്ഞൊരു രാജ്യത്ത് അവർക്ക് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് ഈ ചിക്കനും മട്ടനും ഒക്കെ അമേരിക്കയിലുള്ള ആളുകളെ ഇന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാം. അല്ലാതെ അവിടെ എങ്ങോ കിടക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയിൽ വരാതെ അമേരിക്കയ്ക്ക് എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോഴും അമേരിക്ക പ്രതികരിക്കാം. ഇങ്ങനെ സൈബർ അറ്റാക്കോ അതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലോ അമേരിക്കനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് തിരിച്ച് ആക്രമിക്കാം അതേ രീതിയിൽ. അല്ലാതെ അവിടെ പോയിട്ട് അവിടെയുള്ള ആളുകളെ തോക്ക് കാണിച്ചോ അല്ലെങ്കിൽ ബോംബിട്ടോ പേടിച്ച് കൊല്ലുകയോ ചെയ്യുന്നതല്ല ചെയ്യേണ്ടത്. എനിക്കിത് അമേരിക്കയിൽ 9/11 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത്, ആ സംഭവം തൊട്ട് എനിക്ക് ഈ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് അതുപോലെയുള്ള പല ഈ സംഭാഷണങ്ങളും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് ഉണ്ടാകുമ്പോൾ ആരും തീവ്രവാദികളാകുന്നില്ല. നമ്മളൊരു വെറുപ്പ് അങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ വെറുപ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത്. നമ്മളൊരു സ്നേഹത്തോടൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം ചിലപ്പോൾ തിരിച്ചു കിട്ടും, ചിലപ്പോൾ വെറുപ്പായിരിക്കും കിട്ടണേ. അത് തന്നെയാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു കാരണത്തെ അടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാരണം കാണിച്ചു കൊടുക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. ഒരാൾ തോക്കും കൊണ്ടുവന്ന് നമ്മൾ സിറ്റിസനെ ആയിട്ടുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലാൻ നോക്കി കഴിഞ്ഞാൽ
നമ്മൾ അതുപോലെ തന്നെ യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്താൻ നോക്കണം. അല്ലാതെ നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല, നമ്മളുമായിട്ട് അകലെ കിടക്കുന്ന ഒരു രാജ്യത്ത് എന്ന് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. അമേരിക്ക പലപ്പോഴും ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതായിട്ടാണ് ഞാൻ ന്യൂസ് ചാനലുകളും അവിടുത്തെ തന്നെ ന്യൂസ് ചാനലുകളുമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വിടുമ്പോൾ, ഇപ്പോൾ പണ്ടത്തെ പോലെ ഇവർക്ക് റിപ്പോർട്ടുകളൊന്നും മുക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഇൻ്റർനെറ്റിൽ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ ഇന്ത്യക്കാരായിക്കോട്ടെ ചൈനക്കാരായിക്കോട്ടെ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ ഈ യുദ്ധം നടക്കുന്ന രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇവർ ഈ ഒരു രാജ്യത്തുണ്ടാവുന്ന പ്രശ്നം ആ രാജ്യത്ത് തന്നെ തീർക്കാനുള്ള രീതിയിൽ ശ്രമിക്കണം. അല്ലാതെ പുറത്തുനിന്ന് ഒരു പോലീസ്, ലോക പോലീസിന് ആവശ്യമില്ല. ഞാൻ ലോക പോലീസാണ്, ഞാൻ UN സ്ഥിരാംഗത്വമുണ്ട്, എനിക്കതുകൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറേ പൈസ ഉള്ള ഒരാൾ ചെന്നിട്ട് ഒരു പട്ടിണി കിടക്കുന്ന ആളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളുടെ മുമ്പിലിരുന്ന് ബിരിയാണി കഴിക്കണ പോലെയാണ് വിളിച്ചു വരുത്തി ഇങ്ങനെ കാണിക്കണത്. അയാൾ കഞ്ഞി കുടിച്ച് അവിടെ സുഖമായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ അവിടെ AK-47 കൊണ്ടുവന്നിട്ട് അയാളുടെ അണ്ണാക്കിൽ പൊമ്പ് എന്ന് പറഞ്ഞ് വെടിവെച്ച് അയാളെ കൊല്ലാൻ നോക്കുകയാണ്. അതൊരു നടപടിയാവുന്ന കാര്യമല്ല. എനിക്കത് തെറ്റായിട്ടാണ് തോന്നിയത്. നിങ്ങളിത് ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വളർന്നു വരുന്ന തലമുറ ഇനിയെങ്കിലും നിങ്ങളൊക്കെ വളർന്നു വന്നു കഴിയുമ്പോൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ യുദ്ധത്തിന് മുമ്പ് നമുക്ക് റീസണബിളായിട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പരമാവധി സംസാരിച്ച് തീർക്കാൻ നോക്കുക. അല്ലാതെ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് ഇരു കൂട്ടർക്കും ഒരു ഉപയോഗമില്ല. ചില പ്രൈവറ്റ് വ്യക്തികളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ ചില സ്ഥാപനങ്ങളിലെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഉപയോഗം കിട്ടുന്ന, പൈസ കിട്ടുന്ന രീതിയിലുള്ള ആയുധ വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ ലാഭമുള്ളൂ. അതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് മരിച്ചു വീഴുന്നത്. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം. വരുന്ന തലമുറയും ഇത് എപ്പോഴും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വരുന്ന തലമുറകളെയും ഇത് ബാധിക്കുന്നുണ്ട്. യുദ്ധം ഒരു തലമുറ മുമ്പ് യുദ്ധം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ, 10 വർഷം മുമ്പ് ഒരു യുദ്ധം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30 വർഷം കഴിഞ്ഞാലും ആ വെറുപ്പ് ഈ വരുന്ന തലമുറക്കാരത് കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിൽ കൊണ്ടു നടക്കും. അത് തരാനൊരു സന്ദർഭം കിട്ടുമ്പോൾ അവർ തിരിച്ചെങ്ങാനും നമ്മളെ അടിക്കും. അത് അമേരിക്കയാണെന്ന് നോക്കൂല, കാനഡയൊക്കെ നോക്കൂല, ഏത് രാജ്യമാണെന്ന് നോക്കൂല. അവർക്ക് കയ്യിൽ കിട്ടുന്ന അവരോട് ഏത് രാജ്യമാണോ അവരോട് ന്യായമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആ രാജ്യത്തിനെതിരെ ഈ 1, 2, 3 പേരൊക്കെ മതി. ഇപ്പോൾ ഒരു ബോംബ് പൊട്ടി മരിക്കാനാണെങ്കിലും അതിൽ മരിക്കുന്നതൊക്കെ സാധാരണക്കാരാണ് മരിക്കുന്നത്. ഒരു പൊളിറ്റീഷ്യനോ ജനറലോ അതുപോലുള്ള ഈ സൈന്യത്തിൻ്റെ മുകളിലിരിക്കുന്ന ആരും തമ്മിൽ മരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.